വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. PYQ ഡിസ്കഷൻ സീരീസിന്റെ പാർട്ട് 7 ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 61 to 70. ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, വിച്ച് ആർ ദ ഫോളോയിങ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ്, സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ വാലൻസ് ഇലക്ട്രോൺ ഓഫ് ഹയസ്റ്റ് എനർജി ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഗാലിയം. ഗാലിയം എവിടെയാണ് വരുന്നത്? ബോറോൺ, അലൂമിനിയം, ഗാലിയം അല്ലെ? സോ നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്നത് NL, ML, MS വാല്യൂ ആണ് അല്ലെ? ക്വാണ്ടം നമ്പേഴ്സ് ആണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ. ബോറോൺ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് ഷെൽ നമ്പർ ആണ്, അല്ലെങ്കിൽ എന്താണ്? പീരിയഡ് നമ്പർ ആണ്. എന്താണ്? പീരിയഡ് നമ്പർ ആണ്. അപ്പൊ സെക്കൻഡ് പീരീഡിലാണ് ബോറോൺ. അങ്ങനെയാണെങ്കിൽ അലൂമിനിയം എന്തായിരിക്കും? തേർഡ്. ഗാലിയം എന്തായിരിക്കും? 4. സോ പീരിയഡ് നമ്പർ ക്ലിയർ ആണ് അല്ലെ? പിന്നെ പറഞ്ഞിരിക്കുന്നത് ഹയസ്റ്റ് എനർജി ലെവൽ എന്നാണ്. ഹയസ്റ്റ് എനർജി എങ്ങനെയായിരിക്കും? N+L വാല്യൂ ഡിറ്റർമൈൻസ് ദി ഹയസ്റ്റ് അല്ലെ? അപ്പോ നോക്കൂ, ഇത് 4+0 എന്തായിരിക്കും? 0, 4 ആയിരിക്കും. ഇവിടെയും 4+0 എന്തായിരിക്കും? 4 ആയിരിക്കും. പക്ഷെ ഇവിടെ എന്തായിരിക്കും? 4+1 എന്തായിരിക്കും? 5. 4+1 എന്തായിരിക്കും? 5. ഇവിടെയോ? ഇവിടെയും 4+1 is equal to 5. അപ്പൊ രണ്ട് ഹയസ്റ്റ് എനർജി ലെവൽ കിട്ടി. ഇനി അടുത്തത് എന്താണ്? ML വാല്യൂസ് ആണ് അല്ലെ? ഇത് 1 ആണെങ്കിൽ ഇവരുടെ ML വാല്യൂ 2 വരാൻ പറ്റുമോ? ML വാല്യൂ എവിടെ നിന്ന് എവിടുത്തെ വരെയാണ്? -L2 + L ആണ് അല്ലെ? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, അതായത് L വാല്യൂ 1 ആണെങ്കിൽ ML വാല്യൂ എവിടെ നിന്ന് എവിടുത്തെ വരെ വരാം? -1, 0, 1 വരാം. 2 എപ്പോഴെങ്കിലും വരാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കതിനെ ക്യാൻസൽസ് ഔട്ട് ചെയ്തിട്ട് ഓപ്ഷൻ സി 61 എന്താണ്? ഓപ്ഷൻ സി. ക്വാണ്ടം നമ്പേഴ്സ് ആണ്. വളരെ എളുപ്പമുള്ള ടോപ്പിക് ആണ്. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഹൈ ലാറ്റിസ് എനർജി ഇൻ an ionic compound is favored by. Lattice energy is directly proportional to charge and inversely proportional to size. അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. Q1 Q2 by R ആണ് അല്ലേ? അപ്പോ സ്മോൾ അയോൺ ആയിരിക്കണം അല്ലെ? ലാറ്റിസ് എനർജി ഹൈ എന്ന് പറയുമ്പോൾ സൈസ് എന്തായിരിക്കണം? ഇവിടെ എന്തായിരിക്കും? ഹൈ ചാർജ് ആയിരിക്കും. സോ 62 എന്താണ്? 62 ഈസ് A. 62 A ആയിരിക്കും ആൻസർ. നൗ 63. കോമ്പൗണ്ട്സ് ഓഫ് നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ്. P ബ്ലോക്ക് എലമെന്റ്സ് അല്ലേ? എലമെന്റ്സ് ആണെങ്കിൽ അവര് മിക്കവാറും എന്ത് കോമ്പൗണ്ട് ആണ് ഫോം ചെയ്യുക? കോവാലന്റ് കോമ്പൗണ്ട് ആയിരിക്കും ഫോം ചെയ്യുക അല്ലെ? അയോണിക് ആയിരിക്കും? ഇല്ല. ബ്ലോക്ക് എലമെന്റ്സ് ആണ് ബേസിക്കലി സോഡിയം ക്ലോറൈഡ് പോലെയുള്ള കോമ്പൗണ്ട്സ് അല്ലെ? ഇവരായിരിക്കും അയണിക് ഫോം ചെയ്യുക. ഇവരെന്തായിരിക്കും? കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുക എന്ന് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ. പോളാർ ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ നൈട്രജൻ എടുത്തെന്ന് ചോദിച്ചു. നൈട്രജൻ മോളിക്യൂൾ ആണെങ്കിൽ ഇത് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർ പോളാർ ആണോ? നോൺ പോളാർ ആണ് അല്ലെ? അതുകൊണ്ട് നമുക്ക് അതും പറയാൻ പറ്റത്തില്ല. സോ ഓപ്ഷൻ എന്തായിരിക്കും? ബി. സ്യൂട്ടബിൾ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. 63 ബി. 64. The common features of the species Cn- CO NO+. നോക്കൂ, ഇവരുടെയൊക്കെ ഇലക്ട്രോൺസ് കെമിക്കൽ ബോണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് അല്ലെ? കാർബണിൽ എത്ര ഇലക്ട്രോൺ ആണ്? 6 പ്ലസ് നൈട്രജൻ 7 പ്ലസ് 1 is equal to 14. 6 plus 8 is equal to 14. 7 plus 8 minus 1 is equal to 14. Which means ഇവരെന്തായിരിക്കും? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. ഇവരെന്താണ്? ഐസോഇലക്ട്രോണിക് സ്പീഷീസ്. ദേ ആർ ഐസോഇലക്ട്രോണിക് സ്പീഷീസ്. 14 ആണെങ്കിൽ നമ്മൾ ബോണ്ട് ഓർഡർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു ½ ഇൻറ്റു NB മൈനസ് NA. പക്ഷെ നിങ്ങൾ ഇതൊന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ലല്ലേ? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിന് എന്തായിരിക്കും? സെയിം ബോണ്ട് ഓർഡർ ആയിരിക്കും. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ഹാവ് സെയിം ബോണ്ട് ഓർഡർ. അപ്പൊ നൈട്രജൻ ഓർമ്മയുണ്ടോ? നൈട്രജനും 14 ഇലക്ട്രോൺ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവരുടെ ബോണ്ട് ഓർഡറും എത്രയായിരിക്കും? നൈട്രജന്റെ ബോണ്ട് ഓർഡർ 3 ആണെങ്കിൽ ഇവരുടെ ബോണ്ട് ഓർഡറും സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? 3 ആയിരിക്കും. സോ ബോണ്ട് ഓർഡർ ഈസ് 3 ആൻഡ് ഐസോ ഇലക്ട്രോണിക്. ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. 65. The correct order of hybridization of the central atom in the following species എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? യെസ്. NH3 എങ്ങനെയാണ്? ദാ NH3 ഇങ്ങനെ അല്ലേ? NH3 അല്ലെ? 3 സിഗ്മയും ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ അല്ലെ? ഒരു ലോൺ പെയറും എന്തായിരിക്കും? sp3. അതേപോലെ PtCl4 2- സ്ക്വയർ പ്ലാനാർ അല്ലേ? സ്ക്വയർ പ്ലാനാർ ആണ്. സ്ക്വയർ പ്ലാനാർ ആണെങ്കിൽ എന്തായിരിക്കും? DsP2 അല്ലെ? അപ്പൊ എന്തായിരിക്കും? അത് തന്നെ കിട്ടി. sp3
DsP2. ഇവിടെയുണ്ട് sp3 DsP2. അതേപോലെ PCl5 ആണെങ്കിൽ 5 സിഗ്മ ബോണ്ട് അല്ലേ, 0 ലോൺ പെയർ ആയിരിക്കത്തില്ലേ, അപ്പൊ 5 അല്ലേ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും DsP3. അപ്പൊ എന്തായിരിക്കും ഓപ്ഷൻ ബി. 65 എന്തായിരിക്കും ഓപ്ഷൻ ബി. അപ്പൊ തന്നെ നമുക്ക് കിട്ടി. പിന്നെ BCl3 നമുക്കറിയാം 3 വാലൻസ് ഇലക്ട്രോൺ ആണ്. അപ്പൊ എത്ര സിഗ്മ ബോണ്ട് ആയിരിക്കും? 3 സിഗ്മ ബോണ്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും sp2 ആയിരിക്കും ആൻസർ. സോ ഓപ്ഷൻ എന്ത് വരും? ബി. Now 66. Which of the following trivalent lanthanide ion is diamagnetic എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Diamagnetic എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? There should not be any unpaired electron. There should not be any unpaired electrons എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ മുഴുവനായിട്ട് ഫിൽ ചെയ്തത് ആരായിരിക്കും? ലുട്ടീഷ്യം ആയിരിക്കത്തില്ലേ ലാസ്റ്റ് അല്ലേ? ലുട്ടീഷ്യത്തിന്റെ ഫോർമുല എന്തായിരുന്നു? 4f14 5d1 6s2 അല്ലെ? അപ്പൊ Lu3+ ആണെങ്കിൽ എന്തായിരിക്കും? 4f14. എന്തെങ്കിലും അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടോ? 7 ഓർബിറ്റൽസ് അല്ലേ? 7 ഓർബിറ്റൽസിൽ 2 ഇലക്ട്രോൺ പെയറപ്പ് ചെയ്തിട്ട് ഇവരെന്തായിരിക്കും? ഡയാമാഗ്നറ്റിക് ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. 66A. 67. Which of the following is hygroscopic and explosive? P block പറയുമ്പോൾ പറഞ്ഞതാണ് XCO3. XCO3 is highly explosive and highly explosive and they undergoes readily hydrolysis. Undergoes what? Undergoes hydrolysis readily. Hygroscopic ആണ്. Hydrolysis readily. അങ്ങനെയാണെങ്കിൽ കണ്ണും പൂട്ടി നമുക്ക് എഴുതാം. ഓപ്ഷൻ ഡി. 67 ഡി ആണ്. Now in monomeric BH3, the axis definition places the molecule in the XZ plane. അല്ലേ? XZ plane. XZ plane ആണെങ്കിൽ ഇതാണ് XZ plane. ഇതെന്തായിരിക്കും? Y. അങ്ങനെയാണെങ്കിൽ which atomic orbital of B is non-bonding? Obviously ഇവരെന്തായിരിക്കും? PY ആയിരിക്കത്തില്ലേ? കാരണം എക്സിലും സെറ്റിലും എന്തുണ്ട്? ബോണ്ടിങ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ PY ആയിരിക്കത്തില്ലേ? ഇതല്ലേ ഇതിന്റെ പ്ലെയിന്. അങ്ങനെയാണെങ്കിൽ നോൺ ബോണ്ടിങ് എന്തായിരിക്കും? PY to PY. 69. Which of the compound is an XAN rule? Effective atomic number. നോക്കിക്കോളൂ. ആദ്യത്തെ എടുക്കാം. വനേഡിയം. വനേഡിയം എന്താണ്? SCTI വിക്രമൻ എന്നൊക്കെ പറഞ്ഞത്. യെസ്. അപ്പൊ എന്തായിരിക്കും? 4s2 3d3. അപ്പോ 5ഉം പിന്നെ കാർബണിന്റെ എത്രയാണ്? 6 കാർബണൈലിന്റെ 6 × 12 എത്രയാണ്? 17 ഇലക്ട്രോൺ ആണ്. EN ഫോളോ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഓപ്ഷൻ എന്താണ്? എ ആണ്. ഇതിനെക്കുറിച്ച് EN കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് നോക്കാം. CRന്റെ ആണെങ്കിൽ ക്രോമിയത്തിന് എന്താണ്? 4s1 3d5 അല്ലേ? എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 ആണ് അല്ലെ? അതേപോലെ 6 × 2 എത്രയാണ്? 12. 12 + 6 എത്രയാണ്? 18 ഇലക്ട്രോൺ ഫോളോ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇവരൊക്കെയും എന്ത് ചെയ്യുന്നുണ്ട്? 18 ഇലക്ട്രോൺ ഫോളോ ചെയ്യുന്നുണ്ട്. റൈറ്റ്. സോ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് സെഷൻ 70. Which of the following reagent when treated with phenyl magnesium bromide? Phenyl magnesium bromide എന്ത് റിയേജന്റ് ആണ്? Grignard reagent അല്ലേ? ഇതാണ്. This is called Grignard reagent. Grignard reagent will yield 2-phenyl ethanol എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നമ്മുടെ പ്രൊഡക്റ്റ്? എന്തായിരിക്കും? 1CH2PH അല്ലെ? ഇതാണ് എന്ത്? 2-phenyl ethanol. 2-phenyl ethanol. റൈറ്റ്. അപ്പോൾ ഇയാളേതാ നമുക്കൊന്ന് അസറ്റാൽഡിഹൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും നമുക്ക്? അസറ്റാൽഡിഹൈഡ്. ഇതല്ലേ അസറ്റാൽഡിഹൈഡ്? അസറ്റാൽഡിഹൈഡുമായി റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഇയാൾ പോയി ഇവിടെ അറ്റാക്ക് ചെയ്യും അല്ലെ? ഈ കാർബണിൽ പോയി അറ്റാക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് എന്ത് പ്രൊഡക്റ്റ് കിട്ടും? യെസ്, എന്ത് കിട്ടും? CH3. ഇത് അപ്പോൾ ഇയാൾ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇതെന്താവും? COH PH CH ഇങ്ങനെ വരും അല്ലെ? പക്ഷെ ഇതിന്റെ എന്താണ്? 1-phenyl ethanol വരും. എന്താണ്? 1-phenyl ethanol എന്നല്ലേ വരിക? ഇതിന്റെ എന്തായിരിക്കും? 1-phenyl ethanol എന്നേ വരും അല്ലെ? അപ്പൊ ഇതല്ല ആൻസർ. അപ്പൊ എന്തായിരിക്കും? ഇവിടെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെ എന്തായിരിക്കും? ഇവിടെ ട്രീറ്റ് ചെയ്യേണ്ടത് ഓക്സിറെയിനെ കൊണ്ടാണ്. എന്താണ് ഓക്സിറെയിൻ? എന്തായിരിക്കും? അല്ല, CH2 ഇങ്ങനെയാണെങ്കിൽ ഇയാള് ഇങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്യും, ഇയാൾ ഇങ്ങോട്ട് വരും. ഇതെന്താവും? അപ്പോൾ PH ഇവിടെ എന്ത് വരും? CH2
CH2 ഇത് O- ആവും. O- എന്താവും? O- MgBr ആവും. അതിൻ്റെ ആസിഡിക് ഹൈഡ്രോളിസിസ് ചെയ്താൽ എന്തായിരിക്കും? ഇയാൾ പോയിട്ട് എന്ത് വരും? PH CH2 CH2 OH എന്ന് വരും. സോ ബേസിക്കലി ദിസ് ഈസ് വാട്ട് അവർ പ്രോഡക്റ്റ്. 1,2-2-phenyl ethanol എന്ന് നമുക്ക് പ്രോഡക്റ്റ് കിട്ടും. വിച്ച് മീൻസ് നമ്മുടെ ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും. ഓക്സിറൈൻ ആയിരിക്കും നമ്മളുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഈ സെഷനിൽ ഇത്ര മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. താങ്ക് യു.